വളപ്പിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിക്കെതിരെ വൻ ജനരോഷം. പ്രതി PM സലീമിനെ തെളിവെടുപ്പിനായി എത്തിച്ചുവെങ്കിലും പ്രതിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതിനാൽ തെളിവെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ 10 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണ്ണക്കമ്മൽ കവർന്ന കേസിൽ അറസ്റ്റിലായ കുടക് സ്വദേശിയും ഒഴിഞ്ഞ വളപ്പിൽ താമസക്കാരനുമായ PM സലീമിനെ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്ത് എത്തിച്ചത്. എന്നാൽ സ്ഥലത്ത് കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ് നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രതിക്ക് നേരെ മർദ്ദനവും ഉണ്ടായി. സംഘർഷം നിയന്ത്രിക്കാൻ ഒടുവിൽ പോലീസിന് ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നു. തെളിവെടുപ്പിനിടെ സംഘർഷവും പ്രതിക്ക് നേരെ കയ്യേറ്റവും ഉണ്ടായതോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ആന്ധ്രാപ്രദേശ് കർണൂൽ ജില്ലയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വ്യാഴാഴ്ച രാത്രിയിലാണ് പ്രതി പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രി 8:50 മണിയോടെ ഹോസ്ദുർഗ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം രാത്രി ഏറെ വൈകി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ IP MP ആസാദ് അറസ്റ്റ് രേഖപ്പെടുത്തി. മെയ് 15-ന് പുലർച്ചെ നടന്ന സംഭവത്തിന് ശേഷം ട്രെയിൻ മാർഗം തലശ്ശേരിയിലെത്തി സ്വർണം വിൽപ്പന നടത്തിയ ശേഷമാണ് പ്രതി ആന്ധ്രയിലേക്ക് മുങ്ങിയത്. ആന്ധ്രയിൽ വെച്ച് മോഷ്ടിച്ച മൊബൈൽ ഫോണിൽ ബന്ധുക്കളെ വിളിച്ചിരുന്നു. ഇത് പ്രതിയെ പിടികൂടാൻ സഹായകമായി.